ഹലോ, ഇന്ന് നമ്മൾ പൈത്തണിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്സ് ഐഡൻറ്റിഫയേഴ്സ്, കീവേഡ്സ്, വേരിയബിൾസ്, കമൻറ്റ്സ് എന്നിവയാണ്. ആദ്യം നമുക്ക് പൈത്തൺ ഐഡൻറ്റിഫയർ എന്താണെന്ന് നോക്കാം. പൈത്തൺ പ്രോഗ്രാമിൽ വിവിധ കാര്യങ്ങളെ സൂചിപ്പിക്കുവാൻ യൂസറിന് പേരുകൾ നൽകേണ്ടി വരും. അതിനുവേണ്ടി ഉപയോഗിക്കുന്ന സംവിധാനമാണ് ഐഡൻറ്റിഫയേഴ്സ്. വേരിയബിൾ, ഫംഗ്ഷൻ, ക്ലാസ്, മൊഡ്യൂൾ അല്ലെങ്കിൽ ഒബ്ജക്റ്റ് ഇവയ്ക്കൊക്കെ യൂസറിന് ഇഷ്ടമുള്ള പേരുകൾ കൊടുക്കാൻ പറ്റും. അങ്ങനെ കൊടുക്കുന്ന പേരുകളെയാണ് പൈത്തൺ ഐഡൻറ്റിഫയേഴ്സ് എന്ന് പറയുന്നത്. പൈത്തണിൽ യൂസ് ചെയ്യുന്ന എല്ലാ ഐഡൻറ്റിഫയേഴ്സും കേസ് സെൻസിറ്റീവ് ആയിരിക്കും. കേസ് സെൻസിറ്റീവ് എന്ന് പറഞ്ഞാൽ അപ്പർ കേസ്, ലോവർ കേസ് ലെറ്റേഴ്സുകൾക്ക് ഡിഫറൻറ്റ് മീനിങ് ആയിരിക്കും. പൈത്തൺ ഐഡൻറ്റിഫയർ ക്രിയേറ്റ് ചെയ്യാൻ കുറച്ച് റൂൾസ് ഉണ്ട്. അതെന്താണെന്ന് നോക്കാം. ഒരു ഐഡൻറ്റിഫയർ സ്റ്റാർട്ട് ചെയ്യുന്നത് A to Z വരെയുള്ള ഏതെങ്കിലും ലെറ്റേഴ്സ് അല്ലെങ്കിൽ അണ്ടർസ്കോർ യൂസ് ചെയ്തായിരിക്കും. ഐഡൻറ്റിഫയർ എന്ന് പറയുന്നത് അപ്പർ കേസ്, ലോവർ കേസ് ലെറ്റേഴ്സിൻ്റെ കോമ്പിനേഷനാണ്. ഐഡൻറ്റിഫയറിൽ ഡിജിറ്റ്സും യൂസ് ചെയ്യും, പക്ഷേ ഡിജിറ്റ്സ് വെച്ച് ഒരിക്കലും ഐഡൻറ്റിഫയർ സ്റ്റാർട്ട് ചെയ്യില്ല. കീവേഡ്സിനെ ഐഡൻറ്റിഫയർ ആയിട്ട് യൂസ് ചെയ്യാൻ പാടില്ല. ഐഡൻറ്റിഫയറിൻ്റെ ഇടയ്ക്ക് സ്പേസോ അല്ലെങ്കിൽ സ്പെഷ്യൽ സിംബൽസായ ഡോളർ, ഹാഷ്, സൈൻ എന്നിവയൊന്നും പാടില്ല. ഐഡൻറ്റിഫയർ എന്ന് പറയുന്നത് ഒരു ക്ലാസ് നെയിമാണെങ്കിൽ അത് അപ്പർ കേസ് ലെറ്റേഴ്സിലായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. ബാക്കി ഐഡൻറ്റിഫയേഴ്സ് എല്ലാം ലോവർ കേസ് ലെറ്ററിലായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒരു ഐഡൻറ്റിഫയർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിനു മുമ്പിൽ സിംഗിൾ അണ്ടർസ്കോർ ഉണ്ടെങ്കിൽ ആ ഐഡൻറ്റിഫയർ പ്രൈവറ്റ് ആണെന്ന് സൂചിപ്പിക്കുന്നു. 2 അണ്ടർസ്കോർ വെച്ചാണ് ഐഡൻറ്റിഫയർ സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ അത് സ്ട്രോങ്ലി പ്രൈവറ്റ് ആയിരിക്കും. അതുപോലെ ഐഡൻറ്റിഫയർ സ്റ്റാർട്ട് ചെയ്യുന്നതും എൻഡ് ചെയ്യുന്നതും 2 അണ്ടർസ്കോർ യൂസ് ചെയ്താണെങ്കിൽ ആ ഐഡൻറ്റിഫയറിനെ ലാംഗ്വേജ് ഡിഫൈൻഡ് സ്പെഷ്യൽ നെയിം എന്ന് പറയുന്നു. ഇത്രയുമാണ് പൈത്തൺ ഐഡൻറ്റിഫയേഴ്സ് എന്ന് പറയുന്നത്. അടുത്തത് കീവേഡ്സ് എന്താണെന്ന് നോക്കാം. കീവേഡ്സ് എന്ന് പറയുന്നത് റിസർവ്ഡ് വേർഡ്സ് ആണ്. റിസർവ്ഡ് വേർഡ്സിനെ നമ്മൾ കോൺസ്റ്റന്റ്, വേരിയബിൾ അല്ലെങ്കിൽ ഐഡൻറ്റിഫയർ ആയിട്ടോ യൂസ് ചെയ്യില്ല. പൈത്തൺ ലാംഗ്വേജിൻ്റെ സിൻറ്റാക്സും സ്ട്രക്ചറും ഡിഫൈൻ ചെയ്യാനാണ് കീവേഡ്സ് യൂസ് ചെയ്യുന്നത്. എല്ലാ പൈത്തൺ കീവേഡ്സും ലോവർ കേസ് ലെറ്റേഴ്സ് ആയിരിക്കും. കുറച്ച് എക്സാമ്പിൾ ആണ് ആൻഡ്, അസേർട്ട്, ബ്രേക്ക്, ക്ലാസ്, കണ്ടിന്യൂ എന്നിവയൊക്കെ. അടുത്തത് നമുക്ക് പൈത്തൺ വേരിയബിൾസ് എന്താണെന്ന് നോക്കാം. ഡേറ്റ വാല്യൂസിനെ സ്റ്റോർ ചെയ്യാനുള്ള കണ്ടെയ്നേഴ്സ് അല്ലെങ്കിൽ സ്റ്റോറേജ് സ്പേസ് ആണ് വേരിയബിൾസ്. പൈത്തൺ പ്രോഗ്രാം ചെയ്യുമ്പോൾ ഡേറ്റ വാല്യൂസിനെ സ്റ്റോർ ചെയ്യാൻ വേരിയബിൾ ഡിക്ലെയർ ചെയ്യണം. മറ്റ് ലാംഗ്വേജുകളെ വെച്ച് നോക്കുമ്പോൾ വേരിയബിൾ ഡിക്ലെയർ ചെയ്യാൻ പൈത്തൺ ഒരു കമാൻഡ് ഇല്ല. ഡേറ്റയുടെ ടൈപ്പ് ഏതാണെന്ന് ഡിക്ലെയർ ചെയ്യണ്ട, ഓട്ടോമാറ്റിക്കായിട്ട് ടൈപ്പ് ഇവിടെ ഡിറ്റക്റ്റ് ചെയ്യുന്നുണ്ട്. ഒരു വേരിയബിൾ നെയിം എന്ന് പറയുന്നത് എക്സ്, വൈ അങ്ങനെ എന്തെങ്കിലും ഷോർട്ട് നെയിംസ് ആയിരിക്കണം, അല്ലെങ്കിൽ ഏജ്, കാർ നെയിം അങ്ങനെ എന്തെങ്കിലും ഉള്ള നെയിംസ് ആയിരിക്കണം. ഇവിടെ എക്സാമ്പിളും കൊടുത്തിട്ടുണ്ട്. അടുത്ത് നമുക്ക് കമൻറ്റ്സ് ഇൻ പൈത്തൺ നോക്കാം. കമൻറ്റ് എന്ന് പറയുന്നത് പ്രോഗ്രാമിനകത്ത് ഡോക്യുമെൻറ്റേഷൻ പർപ്പസിനു വേണ്ടി കൊടുക്കുന്ന ഏത് സ്റ്റേറ്റ്മെൻറ്റുകളെയും അല്ലെങ്കിൽ സെൻറ്റൻസുകളെയും നമുക്ക് കമൻറ്റ് എന്ന് പറയാം. പ്രോഗ്രാമിൻ്റെ ലോജിക്ക് മനസ്സിലാക്കാനാണ് കമൻറ്റ് യൂസ് ചെയ്യുന്നത്. പൈത്തണിൽ കമൻറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ നമ്മൾ ഹാഷ് സൈൻ ആണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു സിംഗിൾ ലൈൻ കമൻറ്റ് ആണ്. ഒറ്റ ലൈനിൽ ഡോക്യുമെൻറ്റേഷൻ നടത്തണമെങ്കിൽ അതിനെ ഹാഷ് ഉപയോഗിച്ച് ഡോക്യുമെൻ്റ് ചെയ്യാം. ഹാഷ് കഴിഞ്ഞ് കൊടുത്തിരിക്കുന്ന എല്ലാ ലെറ്റേഴ്സും അല്ലെങ്കിൽ സെൻറ്റൻസും അത് കമ്പൈലേഷനിൽ നിന്നും ഇഗ്നോർ ചെയ്യും. കാരണം അത് പ്രോഗ്രാമിൻ്റെ ഭാഗമല്ല, ഡോക്യുമെൻറ്റേഷൻ്റെ ഭാഗമാണ്. ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഹാഷ് ക്യാരക്ടർ വെച്ചാണ് ഒരു കമൻറ്റ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്.
നെക്സ്റ്റ് മൾട്ടി ലൈൻ കമൻസ് നോക്കാം. മൾട്ടി ലൈൻ കമൻസ് ആഡ് ചെയ്യണമെങ്കിൽ, അതായത് ഒന്നിൽ കൂടുതൽ കമൻസ് ആഡ് ചെയ്യണമെങ്കിൽ ഓരോ ലൈനിലും ഹാഷ് ക്യാരക്ടർ ബിഗിനിങ്ങിൽ കൊടുത്ത് കമൻറ്റ് സ്റ്റാർട്ട് ചെയ്യാം. അല്ലാതെ നമുക്ക് ട്രിപ്പിൾ കോട്ട്സിലും കമൻറ്റ് ആഡ് ചെയ്യാം. തുടക്കവും അവസാനവും ട്രിപ്പിൾ കോട്ട്സ് കൊടുത്താൽ എത്ര ലൈനും എക്സ്റ്റെൻഡ് ചെയ്ത് കമൻറ്റ് കൊടുക്കാൻ പറ്റും. ഹാഷ് യൂസ് ചെയ്ത് സിംഗിൾ ലൈൻ ആൻഡ് മൾട്ടി ലൈൻ കമൻസ് കൊടുക്കാം. ട്രിപ്പിൾ കോട്ട്സിലും മൾട്ടി ലൈൻ കമൻസ് കൊടുക്കാം. ഇത്രയുമാണ് ഇന്ന് നമ്മൾ പൈത്തണിൽ ഡിസ്കസ് ചെയ്ത ടോപ്പിക്സ്. താങ്ക് യു.